ചെങ്ങന്നൂരിൽ സിപിഎം ബിജെപി ഡീൽ എന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ്. പെരുമാ പുരസ്കാരം PS ശ്രീധരൻപിള്ളയ്ക്ക് നൽകുന്നതിനെതിരെയാണ് ആരോപണം. സർക്കാർ ചെലവിൽ വോട്ട് കച്ചവടം വെച്ചുപൊറുപ്പിക്കില്ല എന്ന് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നടൻ മോഹൻലാലിനും PS ശ്രീധരൻപിള്ളയ്ക്കും മന്ത്രി സജി ചെറിയാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ശരത് SS വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ BJP CPM ഡീൽ എന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ പുരസ്കാര പ്രഖ്യാപനം? എന്താണ് ഈ പുരസ്കാരം? കഴിഞ്ഞ ദിവസമാണ് ചെങ്ങന്നൂർ പെരുമാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. അതായത് ചെങ്ങന്നൂർ നടക്കുന്ന സാംസ്കാരിക പരിപാടികളും ഒപ്പം സരസ് മേളയോടും കൂടി അനുബന്ധിച്ചുകൊണ്ട് നടക്കുന്നതാണ് ഈ ചെങ്ങന്നൂർ പെരുമ എന്നുള്ളത്. അതിന്റെ ഭാഗമായായിരുന്നു ഈ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചത്. സർക്കാരുമായി സഹകരിച്ചാണ് ഇങ്ങനെ ചെങ്ങന്നൂർ പെരുമ സംഘടിപ്പിക്കുന്നത്. ആ രീതിയിൽ സർക്കാർ ചെലവിൽ ഇത്തരമൊരു പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്, അതിൽ ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവർക്ക് സാഹിത്യ പുരസ്കാരം നൽകിയതിനെതിരെയാണ് ഇപ്പോൾ എന്തായാലും യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. രണ്ടുപേർക്കാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഒന്ന് നടൻ മോഹൻലാലിനാണ്. അത് പ്രഥമ ശ്രേഷ്ഠ പുരസ്കാരമാണ് നടൻ മോഹൻലാലിന് പ്രഖ്യാപിച്ചത്. ഒപ്പം പ്രഥമ സാഹിത്യ പുരസ്കാരമാണ് PS ശ്രീധരൻപിള്ളയ്ക്ക് പ്രഖ്യാപിച്ചത്. ഇത് രാഷ്ട്രീയ ഡീലാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. CPMന്റെ ആലപ്പുഴയിലെ CPM BJP ധാരണയുടെ ഡീലാണ്. ആ രീതിയിലുള്ള ധാരണയുടെ ഭാഗമായാണ് ശ്രീധരൻപിള്ളയ്ക്ക് ഇത്തരത്തിലൊരു പുരസ്കാരം പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അഭിമാനമായ കേരളത്തിൽ നിരവധി സാഹിത്യകാരന്മാരുണ്ടായിട്ട് പോലും ശ്രീധരൻപിള്ളയെ തിരഞ്ഞെടുത്ത മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയെ തുടരാൻ യോഗ്യനല്ല തുടങ്ങിയ കാര്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ഈ പോസ്റ്റിൽ പറയുന്നത്. ഒപ്പം പ്രഥമ സാഹിത്യ പുരസ്കാരം ശ്രീധരൻപിള്ളയ്ക്ക് നൽകുന്നത് രാഷ്ട്രീയ ഡീലാണ്. ഒപ്പം ആലപ്പുഴയിൽ CPIM BJP അന്തർധാര ഇഴചേർന്ന് കിടക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ മോഡലാണ് ചെങ്ങന്നൂരിലേത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഒപ്പം സർക്കാർ ചെലവിൽ BJP വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമം വെച്ചു പൊറുപ്പിക്കില്ല, മതേതര വിശ്വാസികൾ അത് അനുവദിക്കില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. ഒപ്പം മികച്ച സാഹിത്യകാരനെ കണ്ടെത്തി ഈ അവാർഡ് നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. BJPയുടെ പ്രതികരണം ലഭ്യമാകുന്നുണ്ടോ? ശരത്, ഇപ്പോൾ ചെങ്ങന്നൂരിൽ നിന്നുള്ള പ്രഗത്ഭരായ ആളുകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ശ്രീധരൻപിള്ളയുടെ സ്വന്തം നാടാണ്. അപ്പോൾ ആ നിലയ്ക്കൊരു ആദരിക്കൽ ആയി അതിനെ കാണുന്നില്ല യൂത്ത് കോൺഗ്രസ് എന്നാണോ? കോൺഗ്രസ് നേതൃത്വം ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ ശരത്? കോൺഗ്രസ് നേതൃത്വം നിലവിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒക്കെ തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ രീതിയിലാണ് പ്രവീൺ ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. BJP നേതാക്കളും നിലവിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഈ CPM അല്ലെങ്കിൽ സർക്കാർ ഔദ്യോഗിക വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നത് ഇതൊരു സർക്കാരുമായി സഹകരിച്ചു നടത്തുന്ന പരിപാടിയാണ്. ചെങ്ങന്നൂരിലെ പ്രാദേശികമായി നിൽക്കുന്ന പരിപാടിയായതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും സർക്കാരല്ല ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു കമ്മിറ്റിയിലായിരിക്കും ഇത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഒരു ഔദ്യോഗിക വിശദീകരണം നൽകുന്നത്. പക്ഷേ കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത് ആലപ്പുഴയിൽ ദീർഘനാളായുള്ള CPM BJP ഡീലിന്റെ ഭാഗമാണ്. ആ രീതിയിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിൽ വോട്ടുറപ്പിക്കാനുള്ള സജി ചെറിയാന്റെ നീക്കമാണ് ഇത്തരത്തിൽ BJP നേതാവ് കൂടിയായിരുന്ന ഇപ്പോൾ നിലവിൽ ഗോവ ഗവർണറായ ശ്രീധരൻപിള്ളയ്ക്ക് ഇത്തരത്തിൽ പുരസ്കാരം നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ആ രീതിയിൽ സാമുദായിക വോട്ടുകൾ ഉൾപ്പെടെ CPM ലഭിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പുരസ്കാരം നൽകുന്നത്. ആ രീതിയിൽ ശ്രീധരൻപിള്ളയെ ആദരിക്കുന്നത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഒപ്പം മികച്ച സാഹിത്യകാരന്മാരുണ്ടായിട്ട് പോലും ശ്രീധരൻപിള്ളയെ തിരഞ്ഞെടുത്തത് അത് ഈ രീതിയിലുള്ള ഡീലിന്റെ ഭാഗമാണെന്ന് തന്നെയാണ് എന്തായാലും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്.